ഒറ്റപ്പാലം വാണി വിലാസിനിയിൽ പെട്രോൾ ബോംബെറിഞ്ഞ് തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചുനങ്ങാട് മനങ്കയത്ത് നീരജിനെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപവും സംഭവം നടന്ന വീട്ടിലും എത്തിച്ച് പോലീസ് തെളിവെടുത്തത്. തൊഴിലാളികളെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയും സഞ്ചരിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്ന് കുപ്പിയിൽ പെട്രോൾ നിറച്ച് ഇത് കത്തിച്ചാണ് വീടിന്റെ പൂമുഖത്തേക്ക് എറിഞ്ഞതെന്ന് നീരജ് പോലീസിനോട് വിശദീകരിച്ചു. തുടർന്ന് സ്ഥലത്ത് തന്നെ നിന്ന് നീരജിനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ബൈക്കിൽ കയറിപ്പോയ നീരജ് പോകും വഴി പഞ്ചായത്ത് കിണറിന് സമീപം ഉപേക്ഷിച്ച കത്തി ഇവിടെ നിന്ന് കണ്ടെടുത്തു. താൻ തന്നെയാണ് കത്തി നിർമ്മിച്ചതെന്നും നീരജ് പോലീസിനോട് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷന് സമീപം നിർത്തിയിട്ട ബൈക്കും തെളിവെടുപ്പിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച പുലർച്ചെ 2:15 സംഭവം നടന്നത്. പൂമുഖത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. സംഭവത്തിൽ കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂർ സ്വദേശി 27 വയസ്സുള്ള വിഷ്ണു, ബാലുശ്ശേരി സ്വദേശി 32 വയസ്സുള്ള പ്രിയേഷ് എന്നിവർക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ഇവരെ കൂടാതെ നീരജ് ആക്രമിച്ച കണ്ണൂർ സ്വദേശി 27 വയസ്സുള്ള ജിതിനും മറ്റൊരു തൊഴിലാളി 51-കാരനായ ബാലനും പരിക്കുപറ്റിയിരുന്നു. കൃത്യത്തിന് ശേഷം കടന്നുകളഞ്ഞ നീരജ് കൊച്ചിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കുകയും ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.